അങ്ങനെ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്തുമസ് കൂടി വന്നിരിക്കുകയാണ്. ഈ അലുക്കുകുലുക്കൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ വാങ്ങി കൂട്ടി കൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഓരോ വർഷവും പലതും ഇതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടും. ബാക്കിയൊക്കെ നമ്മളെടുത്തൊരു കാർഡ്ബോർഡ് ബോക്സിലാക്കി അങ്ങോട്ട് വെക്കും. ഈ വർഷം സൂപ്പർ മാർക്കറ്റിൽ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ സാധനങ്ങൾ വരുന്നത് കണ്ടപ്പോൾ കൊതിയോടെ എല്ലാം എടുത്ത് ഭംഗിയൊക്കെ നോക്കി. പക്ഷേ ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഡിസംബർ 3-നാണ് എൻ്റെ പപ്പയുടെ ഓർമ്മ ദിവസം. അതിനുശേഷമാണ് ഞാൻ നക്ഷത്രവിളക്കൊക്കെ തൂക്കാറുള്ളത്. ഇത്തവണ നക്ഷത്രവിളക്ക് തൂക്കാനൊന്ന് കയറിയതിൻ്റെ വേദന ഇപ്പോഴും കാലിൽ ബാക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ പ്രാവശ്യം ക്രിസ്തുമസ് ട്രീ ഒരുക്കാനും സ്റ്റാർ ഇടാനും ഒന്നും മുത്തുവിടെ ഇല്ലായിരുന്നല്ലോ. ഞാനും മോനുകുട്ടനും കൂടി ഇതെല്ലാം റെഡിയാക്കിയതേ. LED ഇടാനൊക്കെ നമ്മളൊരാളെ വിളിച്ച് ചെയ്യിക്കുമായിരുന്നു കേട്ടോ. ഒന്ന് സ്റ്റാർ ഇട്ടതിൻ്റെ വിഷമം അതുപോലെ ഉണ്ടായിരുന്നു. ഒരുക്കങ്ങളൊക്കെ എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഈ ഒരു ക്രിസ്തുമസ് കൂടി ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ചതോർത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഓരോ ഡിസംബറും ഓരോ ഓർമ്മകൾ അവശേഷിപ്പിച്ചാണ് കടന്നു പോയിട്ടുള്ളത്. ചിലതൊക്കെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അത്ര വലിയ പ്രഹരം തന്നിട്ടാണ് പോയത്. അങ്ങനെ ഒരു കറുത്ത ഡിസംബർ 2016 കടന്നു പോകുമ്പോൾ ഞാൻ ഓർത്തിട്ടേയില്ല എൻ്റെ മക്കളോടൊപ്പം ഈ ഒരു ക്രിസ്തുമസ് വരെയൊന്നും ഞാൻ ഉണ്ടാവുമെന്നുള്ളത്. ഡിസംബർ അങ്ങ് കടന്നു പോകുന്നതിന് മുമ്പ് അത് തന്ന സമ്മാനങ്ങളെപ്പറ്റി ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് അസാധ്യമായ കാര്യമാണ്. 2016 ഡിസംബർ അങ്ങനെ എനിക്കൊരു മഹത്തായ പാഠം പഠിപ്പിച്ചു തന്നു. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ സന്തോഷങ്ങളും മൂല്യമുള്ളതാണ്. അതൊട്ടും നഷ്ടപ്പെടുത്താതെ അങ്ങ് ആനന്ദിച്ചേക്കണമെന്ന്.